Good morning, students. Good morning. Good morning, Morning, ma'am. Miss A. Morning, ma'am. Oh, 1 minute, 1 minute. How is going the? All are fine the? Fine, ma'am. Fine, ma'am. Yes. Fine, ma'am. Okay. I am really happy to hear. Fine, ma'am. Okay, I am really happy to hear this. All are fine the. Okay. And Okay, ma'am. in the last class, we discussed about Pronouns. Aishwarya. Yes, Pronoun. Pronouns. Okay, we discussed about pronouns and its distinguished parts. Kind of pronouns. Kinds of Kind of pronouns. pronouns. Alle? Yes. And the personal pronoun we discussed about the personal pronoun. Alle? That discussed it. Personal Yes, pronoun ma'am. ഞാൻ പറഞ്ഞതല്ലേ personal pronoun? പറഞ്ഞതാണ്. First person, second person, third person. Yes. Alle? There are 3 persons in personal pronoun. Alle? Personal pronoun la 3 persons ennu പറഞ്ഞു അല്ലേ? And the first person and second person and Second person and third person. അപ്പൊ എല്ലാം നിങ്ങൾക്ക് അറിയാം അല്ലേ? ഓരോന്നിനെ കുറിച്ചും നിങ്ങൾക്ക് അറിയാം. ഞാൻ ഇനി ഡിസ്ക്രൈബ് ആവശ്യമില്ലല്ലോ. No, ma'am. Have you any doubt in that portion? ഇല്ല മാം, നോ. അല്ലേ? And reflexive pronoun. We have also described about it. What is described? What is reflexive pronoun? അല്ലേ? Reflective pronoun. എന്താണ് ഈ റിഫ്ലക്റ്റും റിഫ്ലക്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? What's the difference between the words of reflex and reflect? അറിയണമല്ലോ. ആരെങ്കിലും റിഫ്ലക്റ്റ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്സ് അല്ലേ ചോദിച്ചാൽ നിങ്ങളുടെ ആർക്കെങ്കിലും 10th പഠിക്കണ കുട്ടികളുണ്ടെങ്കിൽ ചോദിക്കാം, അമ്മ എന്താ റിഫ്ലക്സ് എന്ന് ചോദിച്ചാൽ എന്താ പറഞ്ഞു കൊടുക്കാം? എന്താ റിഫ്ലക്സ് എന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞു കൊടുക്കും? റിഫ്ലക്സ് പ്രതിബിംബം അല്ലേ? ഇമേജുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാം, മിററുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയാം അല്ലേ? അപ്പോ എന്താണ് റിഫ്ലെക്സ് ആക്ഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? റിഫ്ലക്ട് ചെയ്യുക എന്ന് പറയുന്നത് റിഫ്ലെക്സ് ചെയ്യുക. റിഫ്ലെക്സ് പ്രകടമാകുക. മാം, പ്രതിഫലിക്കുക. ശരിയാണെന്ന് അറിയില്ല, ഞാൻ പറയട്ടെ. Subject and back to. ഫാസ്റ്റ്. റിഫ്ലക്റ്റും റിഫ്ലെക്സും തമ്മിലുള്ള റിഫ്ലക്റ്റ് കേട്ടോ, എന്റെ കുറച്ച് ശ്രദ്ധിക്കണം. റിഫ്ലക്റ്റ് ആൻഡ് റിഫ്ലെക്സ്. പ്രതിബിംബമാണല്ലേ? മാം, ആജ്മി പറഞ്ഞോളൂ, കേൾക്കാം. പറയുന്നത് ശരിയാണെന്ന് അറിയില്ല, പറയട്ടെ. പറഞ്ഞോളൂ. എവരി ആക്ഷൻ ഹാസ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. പണ്ട് ഫിസിക്സിൽ പഠിച്ച അത് വെച്ച് പറഞ്ഞതാ. ഓപ്പോസിറ്റ് റിയാക്ഷൻ ലോ ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ? ന്യൂട്ടന്റെ ലോ പഠിച്ചു വെച്ചേക്കാണ് അല്ലേ? സഡൻ റിയാക്ഷൻ പ്രതിഫലിപ്പിക്കുന്ന അല്ലേ?
Sudden reaction, ma'am. എന്താ ഇത് ഫലിപ്പിക്കാനുള്ളത്. Reaction. ന്യൂറോൺസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്, നാഡീകോശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. Sudden reaction. Sudden reaction. റിയാക്ഷൻ അല്ലെ. ന്യൂറോൺസ് നമ്മൾ ഒരാൾ വന്ന് പെട്ടെന്നൊന്ന് അടിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് അയ്യോ അല്ലെ ആരോ അടിച്ചു അല്ലെ, നമുക്കറിയാം അടിച്ച് പെട്ടെന്നുള്ള ഒരു റിഫ്ലെക്സ് ആക്ഷൻ ആണ് ന്യൂറോണുമായി ബന്ധപ്പെട്ട. ന്യൂറോൺസ് എന്ത് ചെയ്യുന്നു, അവര് നമ്മളെ അറിയിക്കുകയും ചെയ്യുന്നു, ബ്രെയിനിനെ അറിയിക്കുന്നു അല്ലെ. അതെ ഇന്നൊരു അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലെ, മനസ്സിലായോ? അതാണ് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്, കേട്ടില്ലേ? അപ്പൊ നമ്മള് ഒരു ഇംഗ്ലീഷ് വേർഡ് ഒക്കെ പഠിക്കുമ്പോ അതിന്റെ പല വേർഡ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ വേർഡ്സിന്റെ ഒക്കെ ഓരോ മീനിങ്സ് ഒക്കെ നമ്മള് അറിഞ്ഞിരിക്കണം. അപ്പൊ ഒരാൾ പറയുന്ന വേർഡ്സിന്റെ പല മീനിങ്സും വരാം കേട്ടോ. അപ്പൊ അതെന്താ അങ്ങനെ ഉപയോഗിച്ച അവിടെ എന്താ ആ വേർഡ് അവിടെ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നൊക്കെ നമ്മള് ഇങ്ങനെ നമ്മൾക്കൊരു സംശയം തോന്നും. ചിലപ്പോ ഇംഗ്ലീഷില് ആ വേർഡിന് മറ്റൊരർത്ഥം കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് നമ്മളിപ്പോ പോകും നമ്മുടെ ക്ലാസ്സിലേക്ക്. അപ്പോ ആൻഡ് എംഫാറ്റിക് റിഫ്ലെക്സീവ് അല്ലെ. ഒരു റിഫ്ലെക്സീവ് എന്ന് വെച്ചാൽ അതായത് എന്താണ്, ഒരു റിഫ്ലെക്സീവ് ആക്ഷൻ ആണ് അവിടെ. ഒരു റിഫ്ലെക്സീവ് ഓർ എംഫാറ്റിക് അല്ലെ. റിഫ്ലെക്സീവ് ആൻഡ് എംഫാറ്റിക് ഇൻ ഇംഗ്ലീഷ്, the action of the subject turns back to used as object of the verb and it refers to the subject അല്ലെ. അതായത് ഇപ്പൊ ഞാനാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ എന്നെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അതാണ് റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. എംഫാറ്റിക് പ്രോനൗൺ ഓർ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയും. ഞാൻ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ പ്രവൃത്തി ഞാൻ ചെയ്തതാണ് അല്ലെ, ഞാനാണ് ചെയ്തതെന്ന് കാണിക്കുന്നു. അതിനെയാണ് റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ് അല്ലെ. ആ കാര്യം ആരാ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഐ ഡിഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ പോരെ അല്ലെ. പക്ഷേ എനിക്ക് എന്ത് ചെയ്യുന്നു, ഞാൻ എന്ന സബ്ജക്റ്റിന് എന്താണ്, സബ്ജക്റ്റ് ഞാൻ കൂടുതൽ എന്ത് കൊടുക്കുന്നു, റിഫ്ലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ്, ഞാൻ തന്നെ ചെയ്തതാണ്. അപ്പൊ എനിക്കാണ് അവിടെ എന്താ ഇമ്പോർട്ടൻസ് അല്ലെ. ഇനി എംഫാറ്റിക് പ്രോനൗണിലേക്ക് വരുമ്പോ, റിഫ്ലെക്സീവ് പ്രോനൗണിലേക്ക് വരുമ്പോ മൈസെൽഫ് എവിടെ വരുന്ന ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ റിഫ്ലെക്റ്റീവ് പ്രോനൗണിലേക്ക് എംഫാറ്റിക് എന്തായി. ഹലോ മാം, സ്ക്രീനിൽ എന്തെങ്കിലും എഴുതി കാണിക്കണ്ടോ? ഇല്ല, ഒന്നും എഴുതിയിട്ടില്ല ഞാനിപ്പോ. എന്നാ റിഫ്ലക്ഷൻ ഒന്നും കൂടി ഇംഗ്ലീഷിൽ പതുക്കെ പറയോ? ഇപ്പൊ പറയാലോ. അല്ലെ, ഇന്നലെ സ്കൂള് തുറക്കണ ദിവസം വരുന്നില്ലേ, നിങ്ങളൊക്കെ കുട്ടികളെ കൊണ്ടുവന്നാക്കിയോ? Reflexive pronoun or emphatic. അല്ലെ, reflexive pronoun or emphatic pronouns that describes the action of the subject. അല്ലേ, ഇവിടെ ഞാൻ എന്നുള്ളൊരു സബ്ജക്റ്റ് ആണല്ലേ. ഐ എന്നുള്ളത് എന്താണ്, സബ്ജക്റ്റ് അല്ലെ. ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ് എന്നുള്ളത് ഞാനൊരു എക്സാമ്പിള് പറഞ്ഞു അല്ലെ. എക്സാമ്പിൾ എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ മറ്റൊരു വേർഡ് കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാലോ. എക്സാമ്പിൾസിന് പകരമായിട്ട് മറ്റൊന്നും കൂടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ ഇൻസ്റ്റൻസ് എന്നതാണ്. എല്ലാവരും ഓർത്തിരിക്കുക, ഫോർ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഉദാഹരണമായി എന്ന് തന്നെയാണ് അർത്ഥം കേട്ടോ. ഫോർ എക്സാമ്പിൾ ഓർ ഫോർ ഇൻസ്റ്റൻസ്. കേട്ടില്ലേ എല്ലാവരും? ഓക്കെ ആയില്ലേ? ഓക്കെ ആയെങ്കിൽ തമ്പിടണേ കേട്ടോ. ഓക്കെ നിങ്ങള് തമ്പിടുക. അതല്ല, അത് എക്സാമ്പിളിന്റെ വേറെ സ്പെല്ലിംഗ് അറിയോന്ന്. സ്പെല്ലിംഗ് അറിയണോ? നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മള് പറയുന്നു അല്ലെ, പകരമായിട്ട് ഫോർ ഇൻസ്റ്റൻസ് എന്ന് പറയും കേട്ടോ.
ഫോർ ഇൻസ്റ്റൻസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഇത് എന്ത് സംഭവമാണെന്നൊന്നും ഓർക്കരുത്. അതും എന്ത് തന്നെയാണ്, എക്സാമ്പിൾ തന്നെയാണ് കേട്ടോ. ഓക്കെ ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? യെസ് മാം. ഓക്കെ. ആൻഡ് ഇനി എന്താണ് എംഫാറ്റിക് ഓർ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്നാണ് പറയേണ്ടത് അല്ലെ? അതായത് ആക്ഷൻ ഓഫ് ദ സബ്ജക്ട് അല്ലെ? ഒരു സബ്ജക്റ്റിന്റെ ആക്ഷൻ, ആരുടെ ആക്ഷൻ ആണ്? ആക്ഷൻ ഓഫ് ദ സബ്ജക്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആക്ഷൻ ഓഫ് ദ സബ്ജക്ട് ഇപ്പൊ ഞാനാകാം, നിങ്ങളാകാം അല്ലെ, ആരുമാകാം അല്ലെ, അതാണ് സബ്ജക്ട്. ഐ അല്ലെ, അവനാകാം, അവളൊക്കെ ആവാം അല്ലെ. ആക്ഷൻ ഓഫ് ദ സബ്ജക്ട് ടേൺസ് ബാക്ക് ടു അല്ലെ, വീണ്ടും എന്ത് ചെയ്യുന്നു അല്ലെ, അത് തിരിഞ്ഞ് വീണ്ടും വരുന്നു അല്ലെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഓർ റിഫ്ലക്ട് അല്ലെ, അത് എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു അല്ലെ. ഒരു മിററിൽ ഒരു പ്രതിബിംബം പ്രതിഫലിപ്പിക്കുന്ന പോലെ റിഫ്ലക്ട് ചെയ്യുന്നു. upon the same subject അല്ലെ, upon the same subject അല്ലെ, ആ സെയിം സബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആയോ? ഇത്രയും മനസ്സിലായോ? ഓക്കെ. ക്ലിയർ ആയില്ല മാം, ക്ലിയർ ആയിട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞു തരുമോ? ക്ലിയർ ആയിട്ടില്ല മാം. ആ ഓക്കെ ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം അല്ലെ, ഒന്നുകൂടി ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഐ എന്നുള്ള എക്സാമ്പിൾ സഹിതം പറയാ. ഐ ഡിഡ് ഇറ്റ് എന്ന് ഞാൻ ഇവിടെ എഴുതി അല്ലെ. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ആരാണ്? ഐ ആണ് അല്ലെ, ഐ എന്നതാണ് സബ്ജക്റ്റ് അല്ലെ. അപ്പോ ഇത് ആക്ഷൻ ആണ്, ഞാൻ അത് ചെയ്തു എന്ന് പറയുന്നത് എന്താണ്, ആക്ഷൻ എന്ന് വെച്ചാൽ വെർബാണ് അല്ലെ. എന്താണ്, സബ്ജക്റ്റ് ചെയ്യുന്ന ക്രിയ എന്നാണ് വെർബ് എന്ന് പറയുന്നത്. ഏതോ പ്രവൃത്തി ഏതാണോ അതാണ് വെർബായിട്ട് വരുന്നത്. ആക്ഷൻ ഓഫ് ദ സബ്ജക്ട് ടേൺസ് ബാക്ക് അല്ലെ, അതിൽ എന്ത് ചെയ്യണം, ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓർ റിഫ്ലക്ട് അല്ലെ. ഈ ഐ എന്ത് ചെയ്യണം, ഈ സബ്ജക്ട് എന്ത് ചെയ്യണം, റിഫ്ലക്ട് ചെയ്യിക്കണം അല്ലെ. ഒന്നും കൂടി എന്ത് ചെയ്യണം, നമ്മളാണ് ചെയ്തതെന്ന് റിഫ്ലക്ട് ചെയ്ത് കാണിക്കണം അല്ലെ. ഞാൻ തന്നെയാണ് ചെയ്തത് എന്ന് പറയൂലേ, ഈ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് അവിടെ റിഫ്ലക്ട് ചെയ്യിക്കുകയാണ്. ഒന്നുകൂടി എന്ത് ചെയ്യുന്നു, എന്തായി, എടുത്ത് കാണിക്കുന്നല്ലേ, എന്താണ് പ്രിയ? എടുത്ത് കാണിക്കുന്നത് തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? ആ, എടുത്തു കാണിക്കുന്നു അല്ലെ. ഐ എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്നു. ഒന്നുകൂടി എന്ത് ചെയ്യുന്നതാണ്, ആ ഞാൻ തന്നെ ചെയ്തതാണ്, ആ ഞാൻ എന്ത് ചെയ്യുന്നതാണ്. അപ്പോ ആൾക്കാർക്ക് എന്ന് മനസ്സിലാക്കാം, അവൻ ചെറുതിനെ ഐ ഡിഡ് ഇറ്റ് അല്ലെ, ഞാൻ അത് ചെയ്തു എന്ന് പറയുന്നത് അത് ഞാൻ തന്നെയാണ് ചെയ്തതെന്നൊന്നുകൂടി എന്താണ്, എംഫാറ്റിക് ആയിട്ട് അല്ലെ, ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്നു അല്ലെ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോ ഐ ഡിഡ് ഇറ്റ്, ഐ വന്നത് കൊണ്ട് ഇവിടെ നമുക്ക് എന്ത് റിഫ്ലക്റ്റീവ് പ്രോനൗൺ ആയിട്ട് എന്ത് ചേർക്കാം? മൈസെൽഫ്. അപ്പൊ ഈ ഐ എന്ത് ചെയ്തിരിക്കുന്നു, ഒന്നുകൂടി ഒന്ന് റിഫ്ലക്ട് ചെയ്യാണ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഐ ഇവിടെ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ എന്ത് പ്രോനൗൺ എന്തെന്ന് വിളിക്കാം നമുക്ക്? റിഫ്ലക്റ്റീവ് പ്രോനൗൺ അല്ലെ. റിഫ്ലക്റ്റീവ് പ്രോനൗൺ എപ്പോഴാണ്? the action of the subject അല്ലെ, action of the subject turns back to അല്ലെ, തിരിച്ചു വരിക, turns back to അല്ലെങ്കിൽ എന്താ റിഫ്ലക്ട് അല്ലെ, അല്ലെങ്കിൽ അതിനെ റിഫ്ലക്ട് ചെയ്ത് അല്ലെ, റിഫ്ലക്ട് upon the same subject അല്ലെ. ആ സെയിം സബ്ജക്ട് എന്ത് ചെയ്യുന്നു, സെയിം സബ്ജക്ട് എന്ന് വെച്ചാൽ ഐ അല്ലെ, ഐ എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി എംഫാറ്റിക്കിൽ വരുന്ന സമയത്ത് used as the object of the verb അല്ലെ. ഇത് എന്താണ്, ഇത് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് അല്ലെ. അപ്പോ ഈ റിഫ്ലക്റ്റീവ് പ്രോനൗണിൽ എവിടെയായിരിക്കും ഇത് വരുന്നത്? ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തായിരിക്കുള്ളൂ വരുന്നതെങ്കിൽ എംഫാറ്റിക് പ്രോനൗൺ എന്ന് പറയുന്നത് അത് സബ്ജക്റ്റിന്റെ ഭാഗത്തായിരിക്കുള്ളൂ വരുന്നത്. സബ്ജക്ട് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എന്ത് വരും, സബ്ജക്റ്റ് ആയിട്ടുള്ള ഐ കഴിഞ്ഞിട്ട് ഐ മൈസെൽഫ് ഡിഡ് ഇറ്റ് അല്ലെ, ഞാൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന്. അപ്പൊ ഇവിടെയാണ്, അതായത് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എന്ത് ചേർത്ത് കഴിഞ്ഞാല്
എന്ത് ചേർത്ത് റിഫ്ലക്റ്റീവ് പ്രോണൗൺ ചേർത്ത് കഴിഞ്ഞാല് അതിനെ എംഫാറ്റിക് പ്രോണൗൺ എന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? അത് ഇത്ര ഉള്ള വ്യത്യാസം. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് എന്താണ് പ്രോണൗൺ വരുന്നതെങ്കിൽ അത് റിഫ്ലക്റ്റീവ് പ്രോണൗൺ എന്നും, സബ്ജക്റ്റ് കഴിഞ്ഞ് ഉടനെ തന്നെയാണ് റിഫ്ലക്റ്റീവ് പ്രോണൗൺ വരുന്നതെങ്കിൽ അത് എംഫാറ്റിക് പ്രോണൗണുമാണ്. ഓക്കെ അല്ലോ? സംശയമുണ്ടോ ആർക്കെങ്കിലും? ഒന്നുകൂടി പറയോ മാം? ഒന്നുകൂടി പറയോ? ഒന്നുകൂടി പറയാം. പറയാട്ടോ. They taught him dash. അവിടെ എന്താണ് ഞാൻ ഉപയോഗിക്കേണ്ടത്? ഞാൻ നേരത്തെ തന്നിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. ഐ വരുമ്പോൾ എന്ത് ഉപയോഗിക്കണമെന്നും യു വരുമ്പോൾ എന്താണെന്നും ദേ വരുമ്പോൾ എന്ത് ഉപയോഗിക്കണം അല്ലേ? എന്ത് ഉപയോഗിക്കേണ്ടി വരും? They taught him. യുടെ റിഫ്ലക്റ്റീവ് പ്രോണൗൺ എന്താ? themselves അല്ലേ? അല്ലെ? പ്ലൂരലാണ്. അപ്പൊ സെൽസ് നേർക്കുക അല്ലെ? themselves. They taught him themselves അല്ലെ? അപ്പോ ഞാൻ ഇവിടെ ഏതിലാണ് എഴുതിയിരിക്കുന്നത്? ഇപ്പോ റിഫ്ലക്റ്റീവ് പ്രോണൗണിലാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഇത് ഒബ്ജക്റ്റിന്റെ സ്ഥാനമാണ് അല്ലെ? ഒബ്ജക്റ്റ്, ഇത് സബ്ജക്റ്റ്, ഇത് വെർബ് അല്ലെ? ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത്രയുമാണ്. ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് ഞാൻ ഇവിടെ themselves എഴുതിയത്. ഓക്കെയോ? അത്രയും ഓക്കെ ആണല്ലോ? എല്ലാവർക്കും ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് themselves എഴുതി. അതായത് ഒന്നും മനസ്സിലാക്കണ്ട. ഏറ്റവും ലാസ്റ്റ് ആണ് ഈ പറഞ്ഞ റിഫ്ലക്റ്റീവ് പ്രോണൗൺ എന്തില് എന്ന ലാസ്റ്റ് ആയിട്ട് റിഫ്ലക്റ്റീവ് പ്രോണൗൺ ഉപയോഗിക്കുക. ഒരു സെന്റൻസിന് ഏറ്റവും ലാസ്റ്റ് ഉപയോഗിക്കുന്നു. പക്ഷേ ഈ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഈ റിഫ്ലക്റ്റീവ് പ്രോണൗൺ ആണെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇവിടെ കിടക്കുന്ന റിഫ്ലക്റ്റീവ് പ്രോണൗൺ എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. മനസ്സിലായോ? അതെ, themselves told him. ഇത് എംഫാറ്റിക് പ്രോണൗൺ ആണ്. മനസ്സിലായില്ലേ? രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? അപ്പൊ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും റിഫ്ലക്സീവ് പ്രോണൗണിന്റെ ഇത് വരുന്നതെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞ് വരുന്നത് എംഫാറ്റിക് പ്രോണൗൺ ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. അത്രേ ഉള്ളൂ. സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ കോമൺ ആയിട്ടൊന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. ഓക്കെ ഇല്ലേ? ഓക്കെ ആയിട്ടുണ്ടാവണം അല്ലെ? ഓക്കെ ആകെ പോകാൻ പറ്റില്ല. ഇനി ഞാൻ പറയണ I dressed dash in the morning. അവിടെ ഞാൻ എന്ത് കൊടുക്കണം? മൈസെൽഫ് അല്ലേ മാം? Yes, myself. ഞാൻ ഓരോരുത്തരോടും ചോദിച്ചാട്ടോ, അവരൊന്ന് പറയണേ. ഞാൻ ഒരാളോട് ഞാൻ ചോദിക്കാം കേട്ടോ. ആ ഒരാളെനിക്ക് പറഞ്ഞു തരണം. അഞ്ജലി മോഹൻ. അഞ്ജലി മോഹൻ തെറ്റിക്കോട്ടെ, പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ. തെറ്റിയാലും പ്രശ്നമില്ല, ഞാൻ പറഞ്ഞു തന്നോളാം. ഇന്ന് പ്രസന്റ് ആയിട്ട് ഇങ്ങോട്ട് വരൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ അഞ്ജലി മോഹൻ, പറഞ്ഞോളൂ. We decorated the room. We ആയിട്ടല്ലേ മാം മാറ? ourself ആണോ? We decorated the room. SELF ആണോ പറയണ? എന്താ? ആണോ? SELF അല്ല, VES
ourselves. സെൽസ്. ഓക്കെ, വെരി ഗുഡ് കേട്ടോ, നന്നായിരിക്കുന്നു കേട്ടോ. Okay. അപ്പൊ ആൻസർ Okay, എന്താണ്? അവർ സെൽസ് കേട്ടോ. ഓക്കെ ആയില്ലേ? Okay. അപ്പൊ ഞാൻ നേരത്തെ ഒരു വേർഡ് പറഞ്ഞു, ഐ വന്നപ്പോ നമ്മൾ എന്ത് ഉപയോഗിച്ചു? മൈ സെൽഫ് എന്ന് ഉപയോഗിച്ചു അല്ലെ? അപ്പോ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ഐ, ഹി, ഷീ, ഇറ്റ്, യു എന്ന് പറയും ചിലപ്പോ സിംഗുലർ ആയിട്ട് വരും ഇടക്ക് കേട്ടോ. ഇടക്കൊക്കെ സിംഗുലർ ആയിട്ട് വരും. നീ എന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് അല്ലെ, നിങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്ന സമയത്തല്ല, നീ എന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് അത് അവിടെ എന്ത് ചേർക്കണം? സെൽഫ് എന്ന് ചേർക്കണം കേട്ടോ. റിഫ്ലെക്സീവ് പ്രോനൗണിന്റെ അവിടെ എന്തായിരിക്കും വരുന്നത്? സെൽഫ് ആയിരിക്കും വരുന്നത്. ഇനി യു എന്ന് പറയുന്നത് പ്ലൂരലിന്റെ സ്ഥാനത്ത് വരുമ്പോൾ, വി, ദേ എന്ന് പറയുന്ന പ്ലൂരൽസ് വരുമ്പോൾ നമ്മള് സെൽഫ്സ് എന്ന് ചേർക്കണം. ഓക്കെ ആയോ? ഓക്കെ ആയില്ലേ? ആർക്കും സംശയമില്ലല്ലോ? സന്ധ്യ, സംശയമുണ്ടോ സന്ധ്യ? No, ma'am. ഇല്ല അല്ലേ? ആ, അനുവിനുണ്ടോ സംശയം? അനുവിന് സംശയമുണ്ടോ ഒന്ന്? ചെറുതായിട്ട്. ഈ സെൽസ് എന്നാണോ അതോ സെൽഫ്സ് എന്നാണോ? ആ, അതവിടെ ശ്രദ്ധിക്കേ, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കേ. ഞാൻ എഴുതായിരുന്നു അതുകൊണ്ട്. എവിടെ പോയി അനു? ആ, ഇവിടെ ശ്രദ്ധിക്കട്ടോ. ഞാൻ പറയണ വേർഡ് എന്താണ്, വേർഡ്സിന്റെ കൂടെ സെൽഫ് ചേർക്കുക. സിംഗുലറിന്റെ കൂടെ എപ്പോഴും എന്തായിരിക്കും ചേർക്കേണ്ടത്? സിംഗുലറിന്റെ കൂടെ എപ്പോഴും എന്ത് ചേർക്കണം? സെൽഫ് എന്ന് ചേർക്കുക കേട്ടോ. ഏകവചനങ്ങളില്ലേ സിംഗുലർ കേട്ടോ, അവയുടെ കൂടെ സെൽഫും ബഹുവചനങ്ങളായ യു ചിലപ്പോ സിംഗുലർ ആകാറുണ്ട്, പ്ലൂറൽ ആകാറുണ്ട് അല്ലെ. നീ എന്ന് പറയുമ്പോഴും നിങ്ങൾ എന്ന് പറയുമ്പോഴും വ്യത്യാസം വരാറുണ്ട്. അതാണ് ഇവിടെ അല്ലെ. ഒരു കുറെ ഓഡിയൻസ് ഇരിക്കുമ്പോഴും നിങ്ങള് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് യു എന്ന് പറയുന്നത് നിങ്ങൾക്ക് സിംഗുലർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റോ? ഇല്ല അല്ലെ. അപ്പൊ ആ യു എന്ന് പറയുന്ന അവിടെ പ്ലൂറൽ ആണ് അല്ലെ. നിങ്ങളും പിന്നെ വേറൊരു കൂട്ടുകാരിയും മാത്രമേ ഉള്ളൂ എങ്കില് നിങ്ങൾക്ക് അവളെ യു എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ട് അവിടെ യൂസ് ചെയ്യാം. ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോ യു പ്ലൂറലും സിംഗുലറും ആകാനുള്ള ചാൻസ് ചില ബൈ ചാൻസിൽ അങ്ങനെ വരാറുണ്ട്. അപ്പോ ഐ, ഹി, ഷീ, ഇറ്റ്, യു അല്ലെ എന്നുള്ള സിംഗുലർ വന്നു കഴിഞ്ഞാൽ സെൽഫ് ചേർക്കുക. ഇനി ഇടയ്ക്ക് യു പ്ലൂറൽ ആകാറുണ്ടെന്നുണ്ട്, മിക്കവാറും യു പ്ലൂറൽ ആയിരിക്കുള്ളൂ അല്ലെ. ആ യു, വി, ദേ ഇതൊക്കെ വരുമ്പോ സെൽഫ്സ് എന്ന് ചേർക്കുക കേട്ടോ. ഓക്കെ Okay, ma'am. ആ, ഓക്കെ. ഇന്നെല്ലാവരും എന്താണ് ഒരു ഉഷാറില്ലാത്ത പോലേക്ക് ഇരിക്കണേ? ഒരു സന്തോഷമൊക്കെ ഒന്നുമില്ല. മക്കള് സ്കൂളിൽ പോയതുകൊണ്ടൊക്കെയാണോ? ആണോ? ടീച്ചറെ, ആ, ഇത് ഈ ഇംഗ്ലീഷിന്റെ എന്നിട്ടാ എക്സാമിന് വരുമോ? എക്സാമിന് ഇത് ഈ പഠിച്ചുകൊണ്ടിരിക്കണ ഇംഗ്ലീഷ് എക്സാമിന് വരുമെന്ന്? ഇംഗ്ലീഷ് ആയിട്ട് മാത്രം സബ്ജക്ട് എടുക്കണേ? വരും കേട്ടോ, ശ്രദ്ധിച്ചിരുന്നോളാ കേട്ടോ. ഇനി ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ, ഇതില് ഇപ്പൊ പറഞ്ഞതിലൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? അടുത്തയിലേക്ക് പോയാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്. ഞാൻ ഓരോരുത്തരുടെ പേര് വിളിച്ചോളാം. തൻഹ. Yes, ma'am. Any doubts? No. No. അഞ്ജലി മോഹൻ? ഇല്ല മാം, ക്ലിയർ ആണ്. ക്ലിയർ ആണ് അല്ലേ? എല്ലാവർക്കും ക്ലിയർ. ശില്പ ചിപ്പി? ശില്പ ചിപ്പി? ശില്പ ചിപ്പി Ma'am. റിഫ്ലെക്സീവ്
മാം റിഫ്ലക്സീവ് പ്രൊനൗണിന്റെ എക്സ്പ്ലനേഷൻ അല്ലേ, ആക്ഷൻ ഓഫ് ദ സബ്ജക്ട് ടേൺസ് ബാക്ക് ടു ഓർ റിഫ്ലക്ട് അപ്പോൺ ദ സെയിം സബ്ജക്ട്. ഇത് രണ്ടും സെയിം ആയിട്ടാണോ മാഡം വരുന്നത്? ഈ ഓർ റിഫ്ലക്സീവ് അതർ നെയിം ഇതാണ്. ബാക്ക് ടു ഓർ റിഫ്ലക്ട് എന്നിട്ടില്ലേ? ടേൺസ് ബാക്ക് ടു ഓർ റിഫ്ലക്ട് എന്നാണ് വരുന്നത് അല്ലെ? അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ചെയ്യിക്കുന്നു അല്ലെ? അതല്ലേ പറഞ്ഞത്? ഓക്കെ. അപ്പൊ എംഫാറ്റിക് എന്നാ മാഡം എക്സ്പ്ലനേഷൻ എഴുതേണ്ടത്? എംഫാറ്റിക് എന്ന് പറയുന്നത് ഞാൻ രണ്ട് വ്യത്യാസങ്ങൾ പറഞ്ഞു തന്നു. അല്ല, എക്സാമ്പിൾ മനസ്സിലായി, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാ ചോദിച്ചത്. സബ്ജക്റ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കുക എന്നുള്ളത് തന്നെയാണ് എംഫാറ്റിക് പ്രോണൗണിന്റെയും റിഫ്ലെക്സീവ് പ്രോണൗണിന്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെയിം ആണ്. സെയിം ഡിസ്ക്രിപ്ഷൻ, സെയിം ചേരുന്നു അല്ലെ? രണ്ടിനും ഒരേ ഇതാണുള്ളത്, പക്ഷെ അത് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് മാത്രം. കേട്ടില്ലേ? വേറെ വ്യത്യാസം. ഓക്കെ. ഇത് മ്യൂട്ട് ചെയ്തു. മ്യൂട്ട് ചെയ്തു. അതൊരു സംശയം, ഡൗട്ട് ചോദിച്ചതാണ് അവർക്ക്. രതീഷ് അനി, രതീഷ് അപ്പൊ ഞാൻ അടുത്ത ഇതിലേക്ക് പോവുകയാണ് കേട്ടോ. അടുത്തതിലേക്ക് പോവുകയാണ്. ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് കേട്ടോ. ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക അല്ലെ? അതായത് ടു ഷോ അല്ലെ, കാണിക്കുക, അല്ലെങ്കിൽ ഓ ഐഡന്റിഫൈ അല്ലെ, ഐഡന്റിഫൈ ചെയ്യുക. എന്തിനെ? വൺ ഓർ ഒന്നിനെയോ, അല്ലെങ്കിൽ നമ്പർ ഓഫ് അല്ലെ, നമ്പർ ഓഫ് നൗൺസ്, വൺ നൗൺ ഓർ നമ്പർ ഓഫ് നൗൺസ് അല്ലെ, ഒന്നോ അതിൽ കൂടുതലോ നൗൺസിനെ അല്ലെ. ദാറ്റ് മേ ബി, ഒരു പക്ഷെ അതെങ്ങനെയായിരിക്കുള്ളൂ? മേ ബി ഫാർ ഓർ നിയർ അല്ലെ, ഒന്നില്ലെങ്കിൽ അത് അടുത്തോ ഒന്നില്ലെങ്കിൽ അകലെയോ ആയിരിക്കുള്ളൂ അല്ലെ. നിയർ ഇൻ ഡിസ്റ്റൻസ് അല്ലെ, ഫാർ ഓർ നിയർ ഇൻ ഡിസ്റ്റൻസ് ഓർ ടൈം, ഏതെങ്കിലും ഒരു ടൈമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസിലോ അല്ലെങ്കിൽ അടുത്തോ അകലെയോ ആയിരിക്കും. അതിനെയാണ് എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഒരു കുട്ടി അവന്റെ കയ്യില് ഒരു ആപ്പിൾ പിടിച്ചിട്ട്, ഹലോ മാം അതൊന്നുകൂടെ പറയാവോ? പറയാം. ഓക്കെ, ഞാൻ പറയാം. അതായത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത് എന്താണ്? ടു ഷോ അല്ലെ, കാണിക്കുക. ടു ഷോ ഓർ അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക അല്ലെ. അതിനെന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക അല്ലെ. ഐഡന്റിഫൈ വൺ ഓർ ഒന്നോ, അതില് നമ്പർ ഓഫ് നൗൺസ് അല്ലെ, ഒരുപാട് നൗൺസ് വരാം. ഒന്നോ അതല്ലെങ്കിൽ അതിൽ കൂടുതലോ നൗൺസിനെ. ദാറ്റ് മേ ബി, അത് ഒരു പക്ഷേ എന്തായിരിക്കാം? മേ ബി ഫാർ ഓർ നിയർ അല്ലെ, അതടുത്തോ അല്ലെങ്കിൽ അകലെയോ. ഫാർ ഓർ നിയർ ഇൻ ഡിസ്റ്റൻസ് അല്ലെ, ഡിസ്റ്റൻസ് അകലമനുസരിച്ച്, അതിന്റെ അകലമനുസരിച്ച് അല്ലെങ്കിൽ ടൈം അനുസരിച്ചൊക്കെ എന്ത് ചെയ്യും? അടുത്തോ അകലെയൊക്കെ ആകാം അല്ലെ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഓക്കെ ആയല്ലോ? ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് ഓക്കെ ആയോ എന്ന് പറഞ്ഞാല് ആയിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു എക്സാമ്പിൾസ് കൂടി പറയുമ്പോൾ അല്ലെ,
ആ എക്സാമ്പിൾസ് കൂടി നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് എന്ത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ. Clear as clear about this demonstrative pronoun. അപ്പോ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗണിന് ഞാൻ പറയുന്ന ഒരു ഉദാഹരണം എന്താന്ന് വെച്ചാല്, ഒരു കുട്ടി അവന്റെ കയ്യില് ഒരു ആപ്പിൾ പിടിച്ചിട്ട് പറയുകയാണ്. എന്ത് പറയുന്നു? അവൻ എന്ത് പറയാം? This is my apple. ദിസ് ഈസ് My അല്ലെ? ഇത് മൈ ആപ്പിൾ ആൻ ആപ്പിൾ എന്ന് പറയണേ. ദിസ് ഈസ് ആൻ ആപ്പിൾ അല്ലെ? പക്ഷെ ഈ ആപ്പിൾ എന്ത് ചെയ്യാണ്? ഒരു മേശയുടെ പുറത്ത് ഇവിടെ ആപ്പിൾ ഇരുന്നിട്ട് ആ കുട്ടി എന്ത് പറയുന്നു? ഇതിനെ എന്തെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു. എന്ത് പറയുന്നു? എന്ത് പറയും? അല്ലെ? അപ്പൊ എന്ത് പറയുന്നു? അപ്പോ കുട്ടിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കുട്ടി അത് പറയുന്നത്. ദിസ് ഇസ് ആൻ ആപ്പിൾ എന്ന് പറയാം അല്ലെ? ഒന്നും എന്താണ് കുറച്ച് അകലെയായിട്ട് ആണ് അതെങ്കിൽ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത് ദാറ്റ് ഇസ് ആൻ ആപ്പിൾ അല്ലേ? ഇനി ഒരുപാട് ആപ്പിൾസ് ഉണ്ടെങ്കിലോ ആ കുട്ടിയുടെ കയ്യിൽ എന്ത് ചെയ്യണം? ഒരുപാട് ആപ്പിൾസ് ഉണ്ട് അല്ലെ? ഒരുപാടുണ്ട് അല്ലെ? കുറെ ആപ്പിൾസ് ആ കുട്ടിയുടെ അടുത്തുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ കുട്ടി പറയും ദീസ് ആർ ആപ്പിൾസ്. ഇനി ആ മേശയുടെ പുറത്ത് കുറെ ആപ്പിളുകൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലോ കുറെ ആപ്പിൾസ് അല്ലെ? അവയൊക്കെ എന്താണ്? ആപ്പിൾസ് ആണെന്ന് പറയുന്നത്. ഇതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ എപ്പോഴും അകലെയാണോ അടുത്താണോ അല്ലെ? ഇസ് ഇറ്റ് ഫാർ ഓർ നിയർ അല്ലെ? എന്തിനനുസരിച്ചിട്ടും ദാറ്റ്സ് അക്കോർഡിംഗ് ടു ഫാർ ഓർ നിയർ ഇൻ ഡിസ്റ്റൻസ് അല്ലെ? ആ ഡിസ്റ്റൻസ് ഫാർ ആണോ എന്താണ് അടുത്താണോ അല്ലെ? അടുത്താണോ അകലെയാണോ എന്ന് അതിനനുസരിച്ചിരിക്കും അല്ലെ? എന്തെന്ന് ഓർ ഇൻ ടൈം അല്ലെ? ടൈമിനനുസരിച്ചോ അല്ലെ? അങ്ങനെ വി ക്യാൻ ഐഡന്റിഫൈ അല്ലെ? വി ക്യാൻ ഐഡന്റിഫൈ ഓർ ഷോ അല്ലെ? എന്താണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനോ ഷോ ചെയ്യാനോ അല്ലെ കാണിക്കാനോ പറ്റും അല്ലെ? ആൻഡ് വൺ ഓർ അല്ലെ one noun or number of nouns അല്ലെ? നമ്പർ ഓഫ് നൗൺസിനെയോ ഒരു നൗണിനെയോ അല്ലെങ്കിൽ എന്താണ് നമ്മളിപ്പോ ആപ്പിൾ എന്ന് പറയുമ്പോ ഒരു നൗൺ അല്ലേ അത് വന്നതുള്ളൂ അല്ലെ? ആപ്പിൾസ് എന്ന് പറഞ്ഞപ്പോൾ നമ്പർ ഓഫ് നൗൺസ് ആണ് വന്നത്. ആ നമ്പർ ഓഫ് നൗൺസിനെയൊക്കെ we can point out to show or identify through this അല്ലെ? So this according to the far or near distance or time അല്ലെ? അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അകലെയാണോ അടുത്ത് എന്ന് വെച്ചിട്ട് നമുക്ക് അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വി ക്യാൻ ഡെമോൺസ്ട്രേറ്റ് ദീസ് വർക്ക്സ് അല്ലെ? അപ്പോ അവയെല്ലാം നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ദിസ് ഈസ് ഡെമോൺസ്ട്രേറ്റീവ് pronoun. Don't you have any doubt? Don't you understand? Don't you understand what is a demonstrative pronoun? Yes. Okay. And now, അപ്പോ in singular, അല്ലെ? സിംഗുലറില് എന്തായിരിക്കണം? സിംഗുലർ ആൻഡ് പ്ലൂറൽ അല്ലെ? സിംഗുലറിലും പ്ലൂറലിലും സിംഗുലർ ആണെങ്കിൽ ദിസ് എന്നും that എന്നും നമുക്ക് we can use this and that in the sentence. And in plural these and those. In plural we can use these and those. Okay. Okay. And next is distributive and indefinite. In distributive and indefinite pronouns, we are going to study about distributive and indefinitive pronouns. And the first is indefinitive pronouns.
indefinitive pronouns. And indefinitive pronoun, a pronoun which does not have a specific, a pronoun which do not have a specific familiar reference. മനസ്സിലായോ? ഇല്ല, ഇല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ, അതായത് എ പ്രോനൗൺ, ഒരു പ്രോനൗൺ വിച്ച് ഡസ് നോട്ട്, അല്ലെ, അതിന് എന്ത് കഴിഞ്ഞിട്ടില്ല? ഡസ് നോട്ട് ഹാവ് ടു സ്പെസിഫിക്, അല്ലെ, അതിനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫെമിലിയർ, അല്ലെ, നമുക്ക് പരിചിതമായിട്ടുള്ള റെഫറൻസ് കൊടുക്കാനായിട്ട് അതിന് സാധിച്ചിട്ടില്ല, അല്ലെ. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. Somebody called police, അല്ലെ, ആരോ എന്ത് ചെയ്തു? പോലീസിനെ വിളിച്ചു. Somebody called the police, അല്ലെ. ആരോ പോലീസിനെ വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇവരിൽ ആര്? ആരാണ്? Any specific reference? No. No, അല്ലെ. ഇനി നെക്സ്റ്റ്, I saw someone. I saw someone, അല്ലെ. ആരെ? ആരെ കണ്ടു? ആര് കണ്ടു? ആരെ കണ്ടു? Someone. Someone, അല്ലെ. ഈ someone സ്പെസിഫിക് റെഫറൻസ് കൊടുത്തിട്ടുണ്ടോ? ഇന്ന ആളാണ് കൊടുത്തിട്ടില്ല. ഇതിനൊക്കെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നമുക്ക് പ്രത്യേകമായിട്ട് എന്ത് കിട്ടില്ല? ഒരു വിച്ച് ഡസ് നോട്ട് ഹാവ് എ സ്പെസിഫിക്, അല്ലെ, അതിന് എന്തുണ്ടാവില്ല? സ്പെസിഫിക് ആയിട്ടുള്ള ഫെമിലിയർ റെഫറൻസ് അതിൽ നിന്ന് നമുക്ക് കിട്ടില്ല. മനസ്സിലായോ? We didn't get any specific relevant, അല്ലെ, relevant reference, അല്ലെ, relevant ആയിട്ടുള്ള റെഫറൻസ്, ഫെമിലിയർ റെഫറൻസ് എന്താണ് നമുക്ക് we didn't get, അല്ലെ, അവിടെ നമുക്ക് കിട്ടില്ല, അല്ലെ. അങ്ങനെയുള്ളതാണ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. And there are 16 types indefinite pronouns. 16 type indefinite pronouns ഉണ്ട്. അത് എന്തൊക്കെ വെച്ചാൽ some, any, and the some with the somebody, someone. മാം സ്ക്രീൻ വിസിബിൾ അല്ലല്ലോ. സ്ക്രീൻ വിസിബിൾ അല്ലേ? സ്ക്രീൻ വിസിബിൾ ആണല്ലോ. സ്ക്രീൻ വിസിബിൾ ആണല്ലോ. നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും മാം. അതെ, നോക്ക്. സംവെയർ കാണുന്നുണ്ടോ? Yes, ma'am. ഇല്ല, ഇറങ്ങിക്കാറുന്നു. നെറ്റ്വർക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയ ഋഷാന. കാണുന്നുണ്ട്. കണക്റ്റഡ്. ഓക്കെ, അപ്പോ സം വെച്ചിട്ട് സംബടി,
അല്ലെ? നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ വേർഡ്സ് ഏതൊക്കെയാണ്? സം വെച്ചിട്ട് സംബഡി, സംതിങ്, സംവൺ, സംവെയർ അല്ലെ? ഇങ്ങനെ എനി ആണെങ്കിലോ? എനി വെച്ചിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റോ? എനി വെച്ചിട്ട് anyone, anything, anyone. Very correct, അല്ലെ? anyone, anybody, anything, Anywhere, anything, അല്ലെ? anywhere. ഇനി നോ വെച്ചിട്ടോ? nowhere, Nobody. Nobody, nobody, no one, nothing, Nobody, no one. അല്ലെ? nothing, അല്ലെ? ഇത്രയും 16 types ആണ് ഇതിലുള്ളത്. Indefinite pronouns ഉള്ളത്. ഓക്കെ ആയോ? വെക്കണേ. അപ്പൊ അപ്പോ somebody, someone, somewhere, something, anyone, anybody, anywhere, anything, nowhere, nobody, no one, nothing. അല്ലേ? These are the 16 types of indefinite pronouns are here. And somebody meaning. What is the meaning of somebody in Malayalam? ആരെങ്കിലും, Somebody. ആരെങ്കിലും. Someone. അല്ലെ? ആരെങ്കിലും എന്നൊക്കെ പറയില്ല. ആരെങ്കിലും അല്ലെ? someone called me അല്ലെ? ആരോ എന്നെ വിളിച്ചു അല്ലെ? someone called me അല്ലെ? അല്ലെങ്കിൽ somebody called me എന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാലും പ്രശ്നമില്ല. someoneന് പകരം somebody എന്ന് ചേർത്താലും ഒരേ അർത്ഥം തന്നെയാണ് കേട്ടോ. സെയിം മീനിങ് തന്നെയാണ്. somebody called me അല്ലെ? ആരോ എന്നെ വിളിച്ചു. അല്ലെങ്കിൽ someone called me, ആരോ എന്നെ വിളിച്ചു എന്നുള്ളതിന് രണ്ടിന്റെ മീനിങ് സെയിം മീനിങ് ആണ്. ഇനി somewhere, I want to somewhere അല്ലെ? എനിക്ക് എവിടെയെങ്കിലും പോണം അല്ലെ? എവിടെയെങ്കിലും, അതാണ് somewhere. And something, I want something അല്ലെ? എനിക്ക് കുറച്ച് എന്തെങ്കിലും വേണം. I want something. ഓക്കെ, ഉദാഹരണമൊക്കെ മനസ്സിലായല്ലോ? എക്സാമ്പിൾസ് ഒക്കെ കറക്റ്റ് ആയല്ലോ? yes ma'am. anyone ആയാലും anyone എന്താണ്? ആരോരാ, ആരെങ്കിലും, ഇനി ആരൊരാൾ പോയാൽ മതി അല്ലെ? anybody അല്ലെ? anyone അല്ലെ? anyone go to the temple അല്ലെ? ആരെങ്കിലും പോയാൽ മതി അമ്പലത്തിൽ അല്ലെ? അല്ലെങ്കിൽ anybody go to the temple, ആരെങ്കിലും പോവുക അല്ലെ? എന്നർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ? പിന്നെ anywhere, അല്ലെ? anybody അല്ലെ? ഏതെങ്കിലും സ്ഥലത്ത് പോക്കോ എന്നൊക്കെ പറയൂലേ? anywhere അല്ലെ? എവിടെയെങ്കിലും പോക്കോ എന്നൊക്കെ പറയൂലേ? you can go anywhere അല്ലെ? നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം അല്ലെ എന്ന് പറയാം. you can go anywhere അല്ലെ? ഇനി anything അല്ലെ? you can choose anything അല്ലെ? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഏതെങ്കിലും. അപ്പോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാമെന്ന് പറയുന്നത് യു ക്യാൻ ചൂസ് എനിത്തിങ് അല്ലെ? കറക്റ്റ് ആയില്ലേ അത്? ക്ലിയർ ആയി. ഇനി നോ ആണെങ്കിലോ? നോ വെയർ അല്ലെ? എനിക്ക് ഒരു സ്ഥലത്തും പോവാനില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ക്യാൻ ഗോ നോ വെയർ അല്ലെ? എനിക്ക് ഒരു സ്ഥലത്തും എവിടെയും പോകണ്ട അല്ലെ? അതാണ് നോ വെയർ കേട്ടോ. എവിടെയും പോകണ്ട. നോബഡി ആരും വിളിച്ചില്ല. എന്നെ ആരും വിളിച്ചില്ല. നോ വൺ കോൾഡ് മീ അല്ലെ? ആരും എന്നെ വിളിച്ചില്ല. രണ്ട് നോബഡിക്ക് പകരമായിട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദ നോബഡി വി ക്യാൻ യൂസ് നോ വൺ കേട്ടോ. അപ്പോ നോ വൺ എന്നോ നോബഡി എന്നോ ചേർക്കാൻ പറ്റില്ല കേട്ടോ. നത്തിങ് അല്ലെ? ഒന്നുമില്ല. എനി പ്രോബ്ലം? ഒന്നുമില്ല. ഇപ്പൊ ചോദിക്കണേ എനി പ്രോബ്ലം അല്ലെ? എന്തെങ്കിലും പ്രശ്നം? അല്ലെ? ഒന്നുമില്ല. മനസ്സിലായില്ലേ? ഓക്കെ. yes ma'am.
ക്ലിയർ ആയി മാം. ക്ലിയർ ആയി. ഓക്കെ. ഇനി അടുത്തത് നിങ്ങൾ ഇത്തിരി ശ്രദ്ധിച്ചിരിക്കേണ്ട. അപ്പൊ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ എനി വെച്ചുള്ളത് നമുക്ക് എന്തിൽ ഉപയോഗിക്കാം? ക്വസ്റ്റ്യൻസിൽ ഉപയോഗിക്കാം. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സമയത്ത് മിക്കവാറും നമ്മൾ യൂസ് ചെയ്യുന്ന ആക്ച്വലി വി ആർ യൂസിങ് വിത്ത് എനി കേട്ടോ, എനി വെച്ചിട്ട്. പക്ഷേ സം വെച്ചൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ സെന്റൻസ് അല്ലെ, ഒരു സെന്റൻസിന്റെ ഒരു നമുക്കൊരു എന്താണ് സെന്റൻസിന്റെ എന്താണ് കംപ്ലീഷന് വേണ്ടി നമുക്ക് someone, somebody അല്ലെ, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഉപയോഗിക്കും. പക്ഷെ ക്വസ്റ്റ്യന്റെ സ്ഥലത്ത് നമുക്ക് എന്ത് മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? എനി വെച്ചിട്ടുള്ള വേർഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ചോദിക്കാൻ എനിബഡി കോൾഡ് യു അല്ലെ, ആരെങ്കിലും നിന്നെ വിളിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരം നോ എന്ന് വെച്ചൊന്ന് നമുക്ക് കിട്ടും അല്ലെ. കേട്ടോ? ഡു യു വാണ്ട് എനിത്തിങ്? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാം. ഡു യു വാണ്ട് എനിത്തിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ് ഐ വാണ്ട് അല്ലെ, ഐ വാണ്ട് അല്ലെ, സംതിങ് അല്ലെ, എനിക്ക് എന്തെങ്കിലും വേണം എന്ന് പറയാം, വാണ്ട് സംതിങ് അല്ലെ. അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ഡു വി ഹാവ് സംതിങ്, ഡു വി ഹാവ് എനിത്തിങ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്നൊക്കെ ചോദിക്കുകയാണ് അല്ലെ. നോ എന്നുള്ള നമുക്ക് ആൻസർ ഒക്കെ അതിനകത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ മേക്കിങ്ങിൽ നമുക്ക് ഇനി വെച്ചുള്ളത് യൂസ് ചെയ്യാൻ പറ്റും. സെന്റൻസ് മേക്കിങ്ങിൽ നമുക്ക് സം വെച്ചുള്ളത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നോ വെച്ചുള്ളത് എന്താണ്? ഒരു നെഗറ്റീവ് എന്താണ്? നെഗറ്റീവ് ആണ് അല്ലെ. ഒരു നെഗറ്റീവ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോ വെച്ചുള്ള വേർഡ്സ് നമുക്ക് നത്തിങ്, നോ വൺ അല്ലെ, പിന്നെ നോ വെയർ എന്നൊക്കെ പറയാം അല്ലെ. ഇതെല്ലാം നമുക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയില്ലേ? യെസ് മാം. ഓക്കെ. അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലായോ? ആ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസിനെ കുറിച്ച് ഋഷാന മാത്രം മൈക്ക് അൺമ്യൂട്ട് ചെയ്യുക. ഋഷാന can you describe about demonstrative pronoun? എന്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. what is demonstrative pronoun? ഋഷാന മാത്രം മൈക്ക് അൺമ്യൂട്ട് ചെയ്യുക. ഋഷാന എത്തിക്കോട്ടെ. ഋഷാന first of all you speak in English. Rishana, you describe that about demonstrative pronoun in English. ശ്രമിക്കൂ. Try to speak in English. Shana. Shana, can you describe about what is a demonstrative pronoun? I don't want the correct thing. What you understand about it. പറഞ്ഞോളൂ ഋഷാന. അല്ല സന്ധ്യ ഒന്ന് പറഞ്ഞു നോക്കി. To show or identifying one or number of nouns that may be near or far in distance or time. It's called ഞാൻ തന്ന ഡിസ്ക്രിപ്ഷൻ അല്ലേ? To show or identifying, ഏതെങ്കിലും ഒരു വസ്തുവിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. To show or identify one or two, ഒരു സാധനമോ അതിലൊത്തിരി നമ്പേഴ്സ് നമ്പേഴ്സ് നൗൺസ് അല്ലേ? ഓക്കെ. നമ്പേഴ്സിനെ ഷോ ചെയ്യാൻ വേണ്ടി എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഇൻ വിച്ച് ടൈം? നിയർ ഓർ ഫാർ. ടു ഷോ നിയർ ഓർ ഫാർ അല്ലേ? ദാറ്റ്സ് അക്കോർഡിംഗ് ടു അല്ലേ? എന്തിനനുസരിച്ചിരിക്കും? ദാറ്റ് വിൽ ബി അക്കോർഡിംഗ് ടു, നിയർ
or far in distance അല്ലേ? Distance. അതിനനുസരിച്ചിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര ടൈപ്പ് എന്താണ് which types are including in demonstrative pronoun? Singular, plural. സിംഗുലർ പ്ലൂറൽ അല്ലേ? 4 ടൈപ്സ് ഉണ്ട് അല്ലേ? 4 ടൈപ്പ് വരും സിംഗുലർ പ്ലൂറൽ നോക്കുമ്പോൾ അല്ലേ? അതില് എല്ലാത്തിനും കൂടി വരുന്നത് പറഞ്ഞോളൂ, ഏതൊക്കെയാണ്? നിയർ ആണെങ്കിൽ Singular these, plural these. എന്താണ് സിംഗുലർ? Singular this, plural these. Okay. THEEZ. Singular that, plural those. THOAC. ഓക്കെ കറക്റ്റ് ആയില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? ഓക്കെ എങ്കിൽ ഒരു ഇതൊക്കെ കൊടുക്കാം കേട്ടോ, നിങ്ങൾക്കൊരു തമ്പൊക്കെ കൊടുക്കാം. ഓക്കെ എങ്കിൽ Thank you, ma'am. ഓക്കെ, വെരി ഗുഡ്. ഇനി അഞ്ജലി മോഹൻ, Yes, ma'am. what is indefinitive pronoun? ജസ്റ്റ് ഒന്ന് മനസ്സിലായതൊന്ന് പറഞ്ഞാൽ മതി. ഇൻഡെഫിനിറ്റീവ് pronoun. എന്താ മാം, ക്ലിയർ ആയില്ല. ഇൻഡെഫിനിറ്റീവ് pronoun കുറിച്ചൊന്ന് പറഞ്ഞേ. ഓക്കെ. നമുക്കിപ്പോ ഒരു പ്രോനൗൺ സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ, നമുക്ക് 16 ടൈപ്പ് ഓഫ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ഉണ്ട്. സം, എനി, നോ. അതിനകത്ത് സമ്മ നമ്മള് സംബഡി, സംവൺ, സംബർ, സംതിങ്. ആരെങ്കിലും, ആരോ. You stop the Praveen. യെസ് മാം. എന്റെ പേര് പല്ലവി എന്നാണ്. പല്ലവി. ഓക്കെ പല്ലവി. Can you describe this indefinitive pronoun? Somebody is a first category of included in the indefinite pronoun, and other is any. അല്ലേ? Then we can make with anything, anybody, anywhere. Okay, anything, anyone and anybody അല്ലേ? Anyone. Okay. And Manisha. Yes, ma'am. Other is No. No. Nobody, no one, nowhere, nothing. Okay, very good. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി അല്ലേ? ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ കേട്ടോ, ഒന്ന് അവിടെ ശ്രദ്ധിച്ചിരിക്കുക. കുറച്ച് നിങ്ങൾക്കൊരു കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. വലിയ കൺഫ്യൂഷൻ അല്ല. ഡിസ്ട്രിബ്യൂട്ടീവ് pronoun എന്ന് വെച്ച് കഴിഞ്ഞാൽ which denotes one of a group or each of a group separately അല്ലേ? One of a group or each of a group. അല്ലേ? ഓരോ ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എന്താണ് വൺ ഓഫ് എ ഗ്രൂപ്പ് അല്ലേ? എന്താണ് ഓരോ ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഒന്നിൽ വരുന്ന ഏത് ഗ്രൂപ്പിനെയോ എന്ത് ചെയ്യുക? സെപ്പറേറ്റ്ലി അല്ലേ? രണ്ടിനെയും എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തിന്റെ ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ എന്ന് പറയുക. ഇതിനെ എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്ത് കാണിക്കും അല്ലെ? എന്താണ് ചില ഗ്രൂപ്പുകളെയോ പിന്നെ ഓരോ ഗ്രൂപ്പുകളെയും അല്ലെ? ഇപ്പൊ ഒരു ബോക്സ് ആണെന്ന് വിചാരിക്കുക. ആ ബോക്സിന്റെ ഉള്ളില്
2 പേനകൾ ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെ. അപ്പോ 1 ഓഫ് ദ ബോക്സ് ആണ് അല്ലെ, ഒരു ബോക്സ് ആണ്, അതായത് ഒരു ഗ്രൂപ്പ് അല്ലെ, ഒരു ബോക്സ് ആണ്. അതിന്റെ ഉള്ളിൽ എന്തുണ്ട്, 2 പേനകളുണ്ട്. അതിനൊക്കെ എന്ത് ചെയ്യാ, സെപ്പറേറ്റ് ചെയ്ത് ആ വേർഡ്സിലൂടെ നമുക്ക് കാണിച്ചു തരുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഉദാഹരണ സഹിതം ഞാൻ പറയാം. Each of the boys is intelligent. എപ്പോഴും എന്ത് വരുള്ളൂ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗണിന്റെ കൂടെ എന്താണ് ഈ അല്ലെ, എന്ത് വരുള്ളൂ, ഒരിക്കലും എന്താണ് എന്ത് ഈച്ച് ഓഫ് ദ ബോയ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് ഒരു ബോയിന് അവിടെ പറയുള്ളൂ, ഓരോ കുട്ടിയും എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോ ഇവിടെ എന്താണ് ഹെൽപ്പിംഗ് വെർബ് വരുന്നത്, സിംഗുലർ ആയിട്ട് തന്നെയാണ് വരുള്ളൂ കേട്ടോ. സിംഗുലർ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും എപ്പോഴും ഹെൽപ്പിംഗ് വെർബ് വരികയുള്ളൂ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗണിന്. അപ്പോ ഈച്ച് ഓഫ് ദ ബോയ്സ് ഈസ് ഇന്റലിജന്റ് അല്ലെ, എന്താണ് ഓരോ കുട്ടിയും എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. മനസ്സിലായോ, ഓരോ കുട്ടിയും എന്താണ് ഇന്റലിജന്റ് ആണ് അല്ലെ, ഓരോ കുട്ടിയും. ഈച്ച് ഓഫ് ദ ബോയ്സ് ഈസ് ഇന്റലിജന്റ്, അല്ലെങ്കിൽ ആർ ഇന്റലിജന്റ് എന്ന് ഒരിക്കലും പറയില്ല. ഈച്ച് ഓഫ് ദ ബോയ്സ് അവിടെ സിംഗുലർ ഫോമിലാണ് അവിടെ വരുന്നത്, ഓരോ കുട്ടിയും എന്ന രീതിയിലാണ് അവിടെ മീനിങ് വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും പ്ലൂറൽ ഫോം ഒരിക്കലും വരികയില്ല കേട്ടോ എല്ലാവരും. അപ്പോ ഒന്നുകൂടി ഞാൻ പറയാം. ഇതിൽ വരുന്നത് ഈച്ച്, എയ്തർ, നെയ്തർ, ഈ 3 ഇതാണ് എന്തിന് വരുന്നത്, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺസില് വരുന്നത്. ഈച്ച് എന്ന് പറയുന്നത് ഓരോരുത്തരും, ഓരോരുത്തരും അല്ലെങ്കിൽ ഓരോന്നും എന്ന അർത്ഥത്തിലാണ് ഈച്ച് വരുന്നത്. മനസ്സിലായ? അപ്പൊ നമ്മൾ പറയല്ലേ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് അല്ലെ, ഓരോരുത്തരും എന്നുള്ള അർത്ഥത്തിലാണ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഈസ് ഇന്റലിജന്റ് അല്ലെ, ഓരോരുത്തരും എന്താണ് ഇന്റലിജന്റ് ആണെന്ന്. എയ്തർ, എയ്തർ എന്ന് വെച്ചാല് 2-ൽ 1, 2-ൽ 1 എന്നോ അല്ലെങ്കിൽ 2-ൽ ഒരാളെന്നോ നമുക്ക് സൂചിപ്പിക്കാം. 2-ൽ ഒരാളെന്നോ 2-ൽ 1 നിങ്ങളിൽ 2-ൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ സാധിക്കുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചേർക്കാം, എയ്തർ എന്നത് ചേർക്കാനായിട്ട് സാധിക്കും. എന്നാൽ നെയ്തർ എന്ന് പറയുന്നത് നെഗറ്റീവ്, ഇത് രണ്ടുമില്ല എന്നർത്ഥത്തില്, രണ്ടുമില്ല എന്നർത്ഥത്തില്, അതായത് ആർക്കും പറ്റില്ല അല്ലെങ്കിൽ രണ്ടുമില്ല എന്ന അർത്ഥത്തില് നമുക്ക് എന്ത് ചേർക്കാം, നെയ്തർ എന്ന വേർഡ് നമുക്ക് സെന്റൻസിൽ ചേർക്കാനായിട്ട് സാധിക്കും. നെയ്തർ ചേർക്കുന്ന സമയത്ത് അവിടെ നെഗറ്റീവ് മീനിങ് ആണ് വരികയുള്ളൂ. ഓക്കെ ആയോ? ഓക്കെ മാം. ഓക്കെ, അപ്പോ എക്സാമ്പിൾ പറയാം. അപ്പൊ അറിയാം. Each of the students can participate in group അല്ലെ, കോമ്പറ്റീഷൻ അല്ലെ. ഓരോ കുട്ടിക്കും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, കോമ്പറ്റീഷനില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും, കഴിയുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ഓരോ കുട്ടിക്കും എന്ന് പറഞ്ഞാണ് ഞാൻ പറഞ്ഞത് അല്ലെ. എന്നാൽ either of the students either of the students can participate in competition എന്ന് പറഞ്ഞാല് ഏതെങ്കിലും 2-ൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് മാത്രമാണ് അല്ലെ, വിദ്യാർത്ഥിക്ക് മാത്രമാണ് എന്തിന് പങ്കെടുക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞത്,
കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. ഇനി ഞാൻ നെയ്തർ ഓഫ് ആണ് ഇവിടെ ചേർക്കുന്നെങ്കിലോ? നെയ്തർ ആണെങ്കിലോ നെയ്തർ ഓഫ് സ്റ്റുഡൻസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നെഗറ്റീവ് മീനിങ് ആണ് അല്ലെ. അപ്പൊ ആർക്കും പങ്കെടുക്കാൻ പറ്റില്ല, രണ്ടിൽ ഒരാൾക്ക് എന്താണ് പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് എന്ത് വേർഡ് യൂസ് ചെയ്യാം? എയ്തർ, നെയ്തർ ഒക്കെ. ആ ഈ പറയുന്നേ എന്റെ ഡ്രസ്സില് എയ്തർ ഓഫ് മൈ 2 dresses is good എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? Either of my dresses is good. My 2 dresses is ഒരു ഡ്രസ് നല്ലതാണെന്ന്. ഒരു ഡ്രസ് നല്ലതാണെന്ന്. എന്താണ്? രണ്ടിലൊരു ഡ്രസ്സും നല്ലതാണ്. 2 ഡ്രസ്സും നല്ലതെന്നാണ് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലേ? രണ്ടിലൊന്നല്ലേ നമ്മ പറഞ്ഞത് എയ്തറിന്റെ അർത്ഥം അല്ലേ? അപ്പോ 2 ഡ്രസ് ഉണ്ട് അവിടെ അല്ലേ? ഓൾറെഡി 2 ഡ്രസ് അവിടെ ഉണ്ടെങ്കിൽ പോലും എന്താണ് നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? അതിൽ ഏറ്റവും നല്ലത് ഇത് കൊള്ളില്ല, ഇതാണ് നല്ലത്. ഓക്കെയോ? 2 ഡ്രസ് ഉണ്ടെങ്കിലും ഒന്ന് എന്താണ് ഇതിലെ രണ്ടിലെ ഏറ്റവും നല്ലത് ഇതാണെന്നാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഈച്ച് ഓഫ് മൈ 2 dresses is good എന്ന് വെച്ചാലാ ഈച്ച് ഓഫ് മൈ ഡ്രസ്സസ് ഈസ് ഗുഡ് എന്ന് വെച്ചാൽ 2 വേണ്ട, 2 എന്ന് ചേർക്കണ്ട. ഈച്ച് ഓഫ് മൈ ഡ്രസ്സസ് ഈസ് ഗുഡ് എന്ന് വെച്ചാലോ ഈ 2 ഡ്രസ്സിലും ഞാൻ വെട്ടിക്കളഞ്ഞു ഇവിടെ. 2 ഡ്രസ് വേണ്ട ഇവിടെ. ഈച്ച് ഓഫ് മൈ ഡ്രസ്സസ് ഈസ് ഗുഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ഡ്രസ്സും എന്റെ ഓരോ ഡ്രസ്സും നല്ല ഡ്രസ്സുകൾ അർത്ഥം. മനസ്സിലായോ? ഇനി ഞാൻ ഇവിടെ പകരമായിട്ട് എന്ത് ചെയ്യണേ? ഇതിന് പകരമായിട്ട് ഞാൻ ഇവിടെ ഞാൻ എന്ത് ചേർക്കുന്നു? നെയ്തർ ഓഫ് മൈ 2 dresses is good എന്ന് ഇറക്കണം. എന്താണ് അർത്ഥം അവിടെ? 2 ഡ്രസ്സും ചീത്തയാണെന്നാണോ? കൊള്ളൂല്ലേ? ചീത്തയാണ്. 2 ഡ്രസ്സും നല്ലതല്ല. മനസ്സിലായോ? മോശമാണെന്നുള്ള അർത്ഥത്തിലാണ് നെയ്തർ ഓഫ് മൈ 2 dresses is good എന്ന് വെച്ച് കഴിഞ്ഞാല് 2 ഡ്രസ്സും നല്ലതല്ല എന്നാണ് അർത്ഥമാക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ ഇല്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സില് എന്ത് ചെയ്യാം? നോട്ട്സ് ഞാൻ തരും കേട്ടോ. ഓക്കെ ഓക്കെ മാഡം. താങ്ക് യു. ഓക്കെ എല്ലാവരും കഴിക്കാം. താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കോട്ടെ. നല്ല കറിയൊക്കെ വെച്ചിട്ടുണ്ടാവും അല്ലെ? ചിക്കൻ നല്ല ഊണൊക്കെ കഴിക്കാൻ കഴിച്ച് സന്തോഷമായിട്ട് ഇരിക്കുക. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ താങ്ക് യു മാം. ഓക്കെ